ചാക്രിക രീതികളുടെ സവിശേഷത എന്ത് എന്നുള്ളതാണ് ഈ UPS സ്കൂൾ അസിസ്റ്റൻ്റ് ടീച്ചർ അതിൻ്റെ എക്സാമിൻ്റെ ഒന്നാമത്തെ ചോദ്യം, സൈക്കോളജിയിലെ ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ആശയ സമഗ്രത പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയ ക്രമീകരണം, ആശയങ്ങളുടെ കാഠിന്യമനുസരിച്ചുള്ള ക്രമീകരണം, വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. അപ്പം ഇതിൽ ഉത്തരമായി വന്നിരിക്കുന്നത് ആശയങ്ങളുടെ കാഠിന്യമനുസരിച്ചുള്ള ക്രമീകരണത്തെയാണ് നമ്മൾ ചാക്രിക രീതി എന്ന് പറയുന്നത്. ചാക്രിക രീതി എന്ന് പറഞ്ഞാൽ ആശയങ്ങളുടെ കാഠിന്യമനുസരിച്ചുള്ള ക്രമീകരണം ആണ്. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സംസ്ഥാപനം, പിയാഷെയുടെ സംസ്ഥാപനം എന്നർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അവ ജ്ഞാതൃഘടകങ്ങളാണ്. രണ്ടാമത്തത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. മൂന്നാമത് കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. പിന്നെയുള്ളത് പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. ഓപ്ഷൻ ബി ആണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണം ആണ്. അപ്പം മൂന്നാമത്തെ ചോദ്യം, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനത്തിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന് ഏത് സമായോജന തന്ത്രം ആണ് അതിനുദാഹരണം പറയുന്നത്? അപ്പോൾ ഇത് ഉദാത്തീകരണമാണോ, പ്രേക്ഷണമാണോ, യുക്തീകരണമാണോ, അനുപൂരണമാണോ എന്നുള്ളതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമയോജന തന്ത്രമാണ്? അത് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അനുപൂരണമാണ്. ഓപ്ഷൻ ഡി, അനുപൂരണം. അപ്പോൾ നാലാമത്തെ ചോദ്യം, ബുദ്ധിസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അത് ശാരീരിക ചലനപരമായ ബുദ്ധി. ഓപ്ഷൻ എ ആണ് ശാരീരിക ചലനപരമായ ബുദ്ധി. അപ്പോൾ ഈ മറ്റുള്ള ഓപ്ഷൻസ് സാംസ്കാരിക ബുദ്ധിയാണോ, ബുദ്ധിയുടെ വിശിഷ്ട ഘടകമാണോ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻ്റ് ആണോ എന്നൊക്കെ ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ശാരീരിക ചലനപരമായ ബുദ്ധി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയെന്നാണ്? ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അതിൽ ഓപ്ഷൻ എ ഫലനിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ബി പറയുന്നത് ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. സി പറയുന്നത് സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. ഡി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, പ്രതികരണ നിയമം. ഇതൊരു ഓർഡറിൽ പറയാമെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഇതിൽ ഏത് മനഃശാസ്ത്രാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ ബി സമീപസ്ഥ വികാസ മണ്ഡലം, ഓപ്ഷൻ സി മനോവ്യാപാര പൂർവ്വഘട്ടം, ഓപ്ഷൻ ഡി മാതൃക കാണിക്കൽ. ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് സമീപസ്ഥ വികാസ മണ്ഡലം എന്നാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്. പ്രത്യേക അസൈൻമെൻറ്റുകളും സ്വതന്ത്ര പ്രൊജക്റ്റുകൾ അതുപോലെ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എ പ്രതിഭാധനരായ കുട്ടികൾ, ഓപ്ഷൻ ബി പഠന പിന്നോക്കക്കാർ, ഓപ്ഷൻ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, ഓപ്ഷൻ ഡി ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രതിഭാധനരായ കുട്ടികൾക്കാണ്. പ്രതിഭാധനരായ കുട്ടികൾക്ക്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഉൾക്കാഴ്ച പഠന സിദ്ധാന്തമാണ്. അപ്പോൾ ഓപ്ഷൻ എ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ ബി വ്യവഹാരവാദം, ഓപ്ഷൻ സി ഘടനാവാദം, ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇതിൻ്റെ ഉത്തരം പറയുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ആണ്.
അപ്പം 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിവ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ താല്പര്യങ്ങളുടെയും അഭിരുചികളുടെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠനശൈലിയിലെ വ്യത്യാസം, വൈകാരിക വ്യത്യാസം. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്, പെടുന്നതല്ല. അപ്പോൾ പെടാത്തത് എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം ആണ്. അപ്പം 10ാമത്തെ ചോദ്യം, ബ്രൂണറുടെ ആശയരൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ കോൺ ABC, അതുപോലെ A+B+C 1800 എന്ന് ബോർഡിൽ എഴുതി. അത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് പ്രവർത്തന ഘട്ടമാണോ, ഓപ്ഷൻ ബി ഇന്ദ്രിയജാലക ഘട്ടമാണോ, ഓപ്ഷൻ സി പ്രതീകാത്മക ഘട്ടമാണോ, ഓപ്ഷൻ ഡി പ്രതിരൂപാത്മക ഘട്ടമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ്, അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഒരു സൈക്കോളജീൻ്റെ ഭാഗം, UPS സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.